നമസ്കാരം. കേരള PSCയുടെ 10th ലെവൽ മെയിൻസ് എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ നടത്തിയൊരു സീരീസ് ഉണ്ട്. അപ്പോൾ അതിൽ 2 എപ്പിസോഡുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് ചെയ്തത് LDC ലെവലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന 10 ചോദ്യങ്ങളെന്ന് പറയുന്നത് LGS ലെവലിൽ ഈ അടുത്ത റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറിലെ 10 ചോദ്യങ്ങളാണ്. അപ്പോൾ LGS ലെവലാകുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുവിധം സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ പലർക്കും നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ഒന്നും കാണില്ല, ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയും, ചിലപ്പോൾ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. LGS ലെവലാണെങ്കിൽ പോലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അത് സിമ്പിളിലെ ക്വസ്റ്റൻ ആയിരുന്നല്ലോ, അപ്പോൾ എനിക്ക് മാത്രം മനസ്സിലായില്ല എന്നുള്ള ചിന്താഗതിയിൽ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ചോദിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഒരു 10 ചോദ്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കൂടി കമൻറ്റ് ചെയ്യാൻ കഴിയുന്ന അത്രയും സന്തോഷം. നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ തുടർന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ 10 ചോദ്യങ്ങളിലേക്ക് പോകാം. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ നമുക്ക്? ആദ്യ ചോദ്യം, ഒരു സംഖ്യയുടെ 50% 100 ആയാൽ സംഖ്യ ഏത് എന്നുള്ളതാണ്. ഒരു സംഖ്യയുടെ 50% 100 ആയാൽ സംഖ്യ ഏത്? ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ക്വസ്റ്റ്യൻ അപ്പോൾ ചെയ്തു പോലും നോക്കാതെ ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ പറയാൻ പറ്റും. ഒരു സംഖ്യയുടെ 50% ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സംഖ്യയുടെ 50% എന്ന് പറഞ്ഞാൽ പകുതിയാണ്. കാര്യം മൊത്തം നമുക്കുള്ളത് 100% അല്ലേ? മൊത്തം ഉള്ളത് 100%. അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ പകുതിയാണ്. അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ 50% 100 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സംഖ്യയുടെ പകുതിയാണ് 100 എന്നുള്ളതാണ്. ഏത് സംഖ്യയുടെ പകുതിയാണ് 100? 200ന്റെ പകുതിയാണ് 100. അതുകൊണ്ട് സംഖ്യ 200 ആണെന്ന് പറയാം. കാര്യം 200ന്റെ 50% 100. അതായത് 200ന്റെ 50% മീൻസ് പകുതി. അതാണ് 50% മീൻസ് പകുതി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് 100 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 200. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റും. കാര്യം 50% എന്ന് ഉദ്ദേശിക്കുന്നത് പകുതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 200ന്റെ പകുതിയാണ് 100 എന്ന് കിട്ടും. ഇനി നമുക്ക് അങ്ങനെ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? സംഖ്യ നമ്മൾ x ആയിട്ട് വിചാരിക്കും. എക്സിന്റെ ഇൻഡെ ആണെങ്കിൽ നമ്മൾ മാറ്റി ഇൻഡെ മാറ്റി ഇൻറ്റു ആക്കും. നമുക്കറിയാം എക്സിന്റെ 50% എന്ന് പറഞ്ഞാൽ 100ൽ 50 അല്ലേ? എക്സിന്റെ 50%. സംഖ്യ നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ സംഖ്യ തന്നെ എടുക്കുക, എക്സ് വേണ്ട. സംഖ്യ നമ്മൾ എടുക്കേണ്ട സംഖ്യയുടെ ഒരു സംഖ്യയുടെ 50% മീൻസ് 100ൽ 50 ആണ് എത്ര? 100. സോ 100ൽ 50 എഴുതാനുള്ള കാര്യം 50% എന്ന് പറഞ്ഞാൽ എന്താണ്? 100ൽ 50 ആണ്. സോ നമ്മൾ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം അല്ലേ? 50/100 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ അപ്പുറത്തൊരു 100 ഉണ്ട്. 50/100 അപ്പുറത്ത് പോകുമ്പോൾ 100/80. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇവിടെയുള്ള 50/100 അപ്പുറത്തേക്ക് പോകുമ്പോൾ 100/80 തിരിയും 100/80 ആവും. നോക്കാം നമുക്ക്. ഇതാ നോക്കി, ഈ 50ഉം ഈ 100ഉം ക്യാൻസൽ ആയപ്പോൾ എത്ര വരും? 2 എന്ന് വരും. കാര്യം 100/50 2 അല്ലേ? 100/80 2 ആണ്. 100നെ 50 കൊണ്ട് ഹരിക്കുമ്പോൾ 2 കിട്ടും. 100 × 2 200. സോ ഇങ്ങനെയും കിട്ടും. അപ്പോൾ ഇതിനേക്കാൾ എളുപ്പമാണ് നമ്മൾ നേരത്തെ ചിന്തിച്ച രീതി. എങ്ങനെയാണ്? ഒരു സംഖ്യയുടെ 50% എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ പകുതി എന്നാണ്. അതാണ് 100. പേ സംഖ്യയുടെ പകുതിയാണ് 100. 200ന്റെ പകുതിയാണ് 100. 10 പൈസ 10 രൂപയുടെ എത്ര ശതമാനമാണ്? നല്ല ചോദ്യമാണ്. 10 പൈസ 10 രൂപയുടെ എത്ര ശതമാനമാണ്? അപ്പോൾ 10 രൂപയുടെ എത്ര ശതമാനമാണ് 10 പൈസ? നമുക്ക് അങ്ങനെ ആകാം ക്വസ്റ്റിനെ. 10 രൂപയുടെ എത്ര ശതമാനം നമുക്കറിയില്ല. അപ്പോൾ 10 രൂപയുടെ, ഞാൻ കരുതാണ് 10 രൂപയുടെ x ശതമാനമാണ്. 10 രൂപയുടെ x ശതമാനം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 10 രൂപയുടെ x, 10 രൂപയുടെ ആയിക്കോട്ടെ, x ശതമാനമാണെങ്കിൽ 10ന്റെ x ശതമാനമാണ് 10 പൈസ. നമുക്ക് എത്ര ശതമാനം അറിയില്ല, അതാണ് ചോദ്യം. 10 രൂപയുടെ എത്ര ശതമാനമാണ് 10 പൈസ? നമ്മൾ എന്തെടുക്കുകയാണ്? 10 രൂപയുടെ x ശതമാനമാണ് 10 പൈസ. അപ്പോൾ 10ന്റെ യുടെ അല്ലെങ്കിൽ ഇൻഡെ നമ്മൾ എന്താ മാറ്റുക? ഇൻഡെ മാറ്റി ഇൻറ്റു ആക്കും. അതായത് 10ന്റെ x ശതമാനം എന്ന് പറഞ്ഞാൽ x/100 അല്ലേ? x/100 സമം 10 പൈസ. ഒരിക്കലും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 10 രൂപയുടെ 10 രൂപ, ഇവിടെ 10 പൈസ. ഒരിക്കലും 2 യൂണിറ്റിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യരുത്. അത്രയേ ഉള്ളൂ. ഇവിടെ രൂപയാണെങ്കിൽ ഇവിടെയും രൂപ, ഇവിടെ സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും സെന്റിമീറ്റർ, ഇവിടെ മീറ്റർ ആണെങ്കിൽ ഇവിടെ മീറ്റർ, ഇവിടെ കിലോഗ്രാം ആണെങ്കിൽ ഇവിടെ കിലോഗ്രാം. എല്ലാം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇവിടുത്തെ യൂണിറ്റ് എന്താണോ അത് തന്നെയാണെങ്കിൽ അവിടുത്തെ യൂണിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 പൈസയെ ഒന്നുകിൽ 10 പൈസയെ രൂപയിലേക്ക് മാറ്റുക. പൈസ എങ്ങനെ നമ്മൾ രൂപയിലേക്ക് മാറ്റുക? 10 പൈസ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ പൈസയെ രൂപയിലേക്ക് മാറണമെങ്കിൽ രൂപയെ പൈസയിലേക്ക് മാറണം. ഇങ്ങനെ ചെയ്താലും മതി. ഏതായാലും നിങ്ങൾക്ക് എളുപ്പം ഏതാണ് അങ്ങനെ രണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ രൂപയെ നമ്മൾ അതുപോലെ കൊടുക്കുകയാണെങ്കിൽ പൈസയെ കൂടെ രൂപയിലേക്ക് മാറണം. 10 പൈസ നമ്മൾ കൺവേർട്ട് ചെയ്യണം. പൈസ ടു രൂപയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ യൂണിറ്റ് കൺവേർഷൻ പറഞ്ഞതാണ്. പൈസയെ രൂപയിലേക്ക് മാറ്റണം. പൈസ ടു രൂപ, അതായത് ചെറുതിനെ വലുതാക്കുകയാണ് നമ്മൾ അല്ലേ? ചെറുതിനെ വലുതാക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കോഡ് എന്താ? വച്ചേക്കൂ എന്നാണ്. വച്ചേക്കൂ, അതായത് വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണം. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിലും നമ്മൾ യൂണിറ്റ് കൺവേർഷൻ പറയാം. നമ്മൾ വീണ്ടും പറയുകയാണ്, യൂണിറ്റ് കൺവേർഷൻ കണ്ടിട്ടില്ല, അങ്ങനെ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞൊരു കോഡാണ് വച്ചേക്കൂ, അതായത് വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പൈസയെ രൂപയാക്കണം. എങ്കിൽ ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. തിരിച്ചല്ലേ? ചെറുതിനെ വലുതാക്കിയല്ലേ? പൈസ ചെറുതല്ലേ, രൂപയല്ലേ വലുത്. ചെറുതിനെ വലുതാക്കുന്നു, അപ്പൊ ഹരിക്കണം. എന്തുകൊണ്ട് ഹരിക്കണം?
ഹരിക്കുകയാണെന്ന് മനസ്സിലായി. 10നെ എന്തോ കൊണ്ട് ഹരിക്കണം. 10 പൈസയല്ലേ, എന്തോ കൊണ്ട് ഹരിക്കണം. എന്തുകൊണ്ട് ഹരിക്കണം എന്നറിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എത്ര പൈസ ചേരുമ്പോഴാണ് രൂപ ആവണമെന്ന് നോക്കിയാൽ മതി. 100 പൈസ ചേരുമ്പോഴാണ് ഒരു രൂപയാവുന്നത്. 100 പൈസ. സോ 100 കൊണ്ട് ഹരിക്കണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കൺവേർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇതൊരു രീതിയാണ്. അതായത് പൈസയെ നമ്മൾ രൂപയിലേക്ക് മാറ്റി അല്ലേ. സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ 100 അങ്ങ് അപ്പുറത്ത് പോകും അല്ലേ. 100 അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് ഈ 100 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ പരിപാടിയുണ്ട്. ഈ 100 ക്യാൻസൽ ചെയ്യാം. ഇവിടെ തന്നെ ക്യാൻസൽ വേണ്ട, നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകും. കൺഫ്യൂഷൻ ചിലപ്പോൾ വരും. ഇവിടെ സിമ്പിളായിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് പോകും. നമുക്ക് നോക്കാം. ബാക്കി ഞാൻ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പുറത്ത് എന്തുണ്ട്? 10/100 ഉണ്ട്. ഇവിടെ നിന്ന് ഈ ഗുണിച്ചിരിക്കുന്ന 10 ഗുണിച്ചിരിക്കുമ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? ഹരിക്കും. അതായത് താഴേക്ക് പോകും. ഈ ഗുണം കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഹരിക്കാൻ മീൻസ് താഴേക്ക് പോയാൽ 10 അല്ലേ. ഇനി ഈ 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ 100 അങ്ങ് മുകളിൽ പോകും. നമുക്ക് ഇവിടെ നിന്ന് വെട്ടിയൊക്കെ ചെയ്യാം. ഒരുപാട് മെത്തേഡുണ്ട്. ഇവിടെ നിന്ന് എല്ലാം വെട്ടിക്കളയാൻ പറ്റും. അങ്ങനെ ചെയ്യാം. ഇവിടെ നിന്ന് മാത്രം വെട്ടാം. എന്തുകൊണ്ടോ ചെയ്യാം. ഞാൻ അന്നും ചെയ്തെല്ലാം പറക്കി അപ്പുറത്ത് കൊണ്ടുപോകാൻ ചെയ്തത്. എന്ത് ചെയ്തു? ഇതിനെ കൂടെ ഞാൻ അതായത് 10നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയപ്പോൾ താഴെ പോയി, 100 അങ്ങ് മുകളിലും പോയി. ഓക്കെ, 10 വെട്ടി, 100 വെട്ടി. എത്ര കിട്ടി? 1. സോ എത്ര ശതമാനം? 1% എന്ന് നമുക്ക് കിട്ടും. 1%. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൈസയെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് രൂപയെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വരും? നമ്മൾ 10 രൂപയെ പൈസയിലേക്ക് മാറ്റുക. 10 രൂപ എങ്ങനെ പൈസയിലേക്ക് മാറ്റുക? 10 രൂപ മീൻസ് രൂപയെ പൈസ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടുത്തെ 1000 എന്നാവും. 1000 എന്താവും? 1000 ഇൻറ്റു x/100. അതായത് ഇത് നമ്മൾ പൈസ ആക്കിയതാണ്. 10 രൂപ മീൻസ് 1000 പൈസ. സോ 100 ഈസ് സമം 10. പൈസ ഇവിടെ മാറ്റേണ്ട കാര്യം നമ്മൾ ഇതിന്റെ പൈസയിലേക്ക് മാറ്റി. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്യാം. എങ്ങനെയാണിതാ? ഈ 2 0 വെട്ടിപ്പോയി. ഇനി 10 അങ്ങ് പോകുമ്പോൾ 10 ഇൻറ്റു x അല്ലേ സമം 10. x സമം ഈ 10 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 10/10 സമം 1. 1% അങ്ങനെയും കിട്ടും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഈ കൺവേർഷൻ പെട്ടെന്ന് പറഞ്ഞതാണ്. ഒരുപാട് ക്ലാസ്സുകൾ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഈ കൺവേർഷൻ പറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ചോദ്യം എന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിനെ ആ ചോദ്യം ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കാം. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു കുളത്തിന്റെ ചുറ്റളവ് എന്ത് എന്നാണ്. ചുറ്റളവിന്റെ ഒരു അതായത് വീതിയും നീളത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് ചതുരമാണോ സമരം എന്ന് പറയുന്നില്ല. പക്ഷേ നീളവും വീതിയും നീളവും വീതിയും ഉള്ളത് കൊണ്ട് അതൊരു ചതുരമായിരിക്കും നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി നീളവും വീതിയും എന്താണ് വ്യത്യസ്തമായതുകൊണ്ട് അത് സമചതുരമല്ല, ചതുരമാണെന്ന് കൺഫേം ചെയ്യാം. കാര്യം ഇവിടെ ചതുരമൊന്നും ഒന്നും പറയുന്നില്ല. അപ്പോൾ നീളവും വീതിയും ഉണ്ട്. ചുറ്റളവാണ് ചോദ്യം. മീൻസ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവാണ് ചോദ്യം. എന്താ ഫോർമുല ചുറ്റളവിന്റെ? 2 × L+B അല്ലെങ്കിൽ 2 × നീളം പ്ലസ് വീതി ആണ് ചുറ്റളവ് ചതുരത്തിന്റെ. ഇതൊക്കെ കാണാൻ പഠിച്ചേ പറ്റുള്ളൂ. സോ 2 × നീളം എത്രയാ? L എന്നത് ലെങ്ത്, B ബ്രെഡ്ത്ത്. എന്താ നീളം? നീളം 40, മറ്റത് 30. അപ്പോൾ 40 + 30 70. 40 + 30 70 ആണ്. 70 × 2 സോ 2 × 70 എന്ന് പറഞ്ഞാൽ 140 മീറ്റർ. ഉണ്ടോ നോക്കാം നമുക്ക് ഓപ്ഷനിൽ? 140 മീറ്റർ ഉണ്ട്. നേരത്തെ 1% ആൻസർ. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ചോദ്യമാണ്. കിച്ചു 4 പെൻസിൽ 11 രൂപയ്ക്ക് വാങ്ങിയാൽ ഒരു ഡസൻ പെൻസിലിന്റെ വില എന്ത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 2 രീതി ചെയ്യാം. ആദ്യം ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി നമുക്കൊന്ന് പറയാം. 4 പെൻസിലിന് 11 രൂപയാണ്. 4 പെൻസിലിന് ഇപ്പൊ 4 പെൻസിലിന്റെ വില എന്താണ്? 11 രൂപ അല്ലേ. നമുക്ക് ഒരു ഡസൻ മീൻസ് 12 വിലയാണ് നമുക്ക് വേണ്ട അല്ലേ. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? ഒരു പെൻസിലിന്റെ വില കണ്ടുപിടിക്കുകയാണ്. 4 പെൻസിലിന് 11 രൂപയെങ്കിൽ ഒരു പെൻസിലിന്, അതായത് പെൻസിലിനാണ് ഞാൻ ഒന്നാക്കുന്നത്. എന്ത് ചെയ്തു? ഒരു 4 കൊണ്ട് ഇവിടെ ഹരിച്ചു. ശരിയല്ലേ? അല്ലെങ്കിൽ 4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുക. എങ്ങനെ ചിന്തിച്ചാലും മതി. അപ്പൊ 4നെ ഒന്നാക്കണം. ഒരു പെൻസിൽ കണ്ടുപിടിക്കാൻ വേണ്ടി 4 കൊണ്ട് ഹരിച്ചു. അപ്പൊ അപ്പുറത്ത് 4 കൊണ്ട് ഹരിക്കണം. അതായത് 11/4 രൂപ. 2 രീതി ചിന്തിക്കാം. ഒന്നെങ്ങനെയാണ്? 4 പെൻസിലിന് 11 രൂപയെങ്കിൽ ഒരു പെൻസിലിന് ഈ 4 അപ്പുറത്ത് പോകുമ്പോൾ 11/4 എന്ന് ചിന്തിക്കാം. 2 4 നമുക്ക് ഒരു പെൻസിൽ ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ഹരിക്കണം? 4 കൊണ്ട് ഹരിക്കണം. 4/4 1. അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഹരിക്കണം. അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ ഒരു പെൻസിലിന് എത്ര രൂപയാ? 11/4 എങ്കിൽ 12 പെൻസിൽ കണ്ടുപിടിക്കാൻ 12 ഗുണിച്ചാൽ പോരെ എന്ന് പറയുന്നത് 12 × 11/4. ഒരു പെൻസിലിന് 11/4 രൂപയെങ്കിൽ 12 പെൻസിലിന് 11/4 ക്യാൻസൽ ചെയ്യുമ്പോൾ 3 × 11 33 രൂപ. ഇത് ഒരു മെത്തേഡ്. ഇതൊരു മെത്തേഡ്. ഇനി നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പെൻസിലിന് എത്ര രൂപയാ? 11 രൂപ അല്ലേ. നമുക്ക് എത്രയാണ്? ഒരു ഡസന്റെ വിലയാണ് വേണ്ടത്. ഒരു ഡസൻ മീൻസ് 12 എണ്ണമാണ്. അതായത് 4 12 ആയിട്ട് മാറണം. 4 12 ആവാൻ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 × 3 12. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം. 11 × 3 33 രൂപ എന്ന് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഏതാണ്? ചിലർക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞത്. ഇങ്ങനെയും നമുക്ക് ചോദ്യങ്ങളെ ചെയ്യാം. ഓക്കെ, അടുത്തത് അമ്മു ശനിയാഴ്ച 10:15 PM ഉറങ്ങി. പിറ്റേന്ന് 6:30 AM എണീറ്റു. എത്ര മണിക്കൂർ ഉറങ്ങി എന്നാണ് ചോദ്യം. ഇത് വളരെ സിമ്പിൾ. നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് എടുക്കാൻ പറ്റും. നോക്കാം. നമുക്ക് 10:15 മുതൽ 6:30 വരെ ഉറങ്ങി. 10:15 മുതൽ
നമുക്ക് നോക്കാം. ഈ കാലിന് എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് മാറ്റി റൗണ്ട് ചെയ്യാം. അതായത് 10:15 മുതൽ അടുത്ത സമയം 11 ആണ്. അതിൽ എത്ര സമയമുണ്ട്? 45 മിനിറ്റ് ഉണ്ട്. എവിടെ എത്താൻ? 45 മിനിറ്റ്. 11 ആയി. ശരി, നമുക്ക് 11 കൊണ്ട് കണക്കാക്കി തുടങ്ങാം. 6:30 അല്ലേ പറഞ്ഞു, നമുക്ക് 6 കൊണ്ട് കണക്കാക്കാം. 11 മുതൽ 12, 1, 2, 3, 4, 5, 6. എത്ര മണിക്കൂറായി? 6 മണിക്കൂർ. അതായത് 11 മണി വരെ നമ്മൾ കണക്കാക്കി വെച്ചു. 10:15 മുതൽ 11 മണി വരെ 45 മിനിറ്റ് ആണ് ഇത് നമ്മൾ കണക്കാക്കി. ഇനി നമ്മൾ കണക്കാക്കാണ് 12, 1, 2, 3, 4, 5, 6. എത്ര മണിക്കൂർ? 7 മണിക്കൂർ. സോറി, നമ്മൾ എത്ര തെറ്റിപ്പോയതാണ്, 7 മണിക്കൂറാണ്. അപ്പോൾ 11 മണി മുതൽ 6 മണി വരെ. അപ്പോൾ ഇത് നമ്മൾ എത്ര മണിക്ക് നമ്മൾ എഴുതിയിരിക്കുന്നത്? ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 10, 15 മുതൽ 11 മണി വരെയാണ് അല്ലേ? 45 മിനിറ്റ്. ഇനി 11 മുതൽ ഏത് വരെ? 6 മണി വരെ. 6 മണി വരെ എത്ര സമയമുണ്ട്? 7 അവർ ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ കണക്കാക്കി 7 അവർ ഉണ്ട്. ഇത് നമ്മൾ കണക്കാക്കി, ഇപ്പോൾ കണക്കാക്കി വെച്ചോളൂ നമ്മൾ. അതായത് എങ്ങനെ കൂട്ടി? 11 മുതൽ 6 വരെ അല്ലേ? 12, 1, 2, 3, 4, 5, 6. 7 മണിക്കൂറുണ്ട്. ഇനി എന്താ വേണ്ടത്? 30 മണി. 6:30 അല്ലേ വേണ്ടത്? സോ 6 to 6:30. ഇത്രയും എഴുതേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ 30 മിനിറ്റ് ഉണ്ട് അല്ലേ? 6 മുതൽ 6:30. അപ്പോൾ എത്രയുണ്ട്? 7 മണിക്കൂറും 45 മിനിറ്റ്. അപ്പോൾ 7 മണിക്കൂറും 45 മിനിറ്റും പിന്നെ 30 മിനിറ്റ് ആയപ്പോൾ എത്രയായി? 7:45 30 മിനിറ്റും 8:15 മണിക്കൂറായി. അപ്പോൾ 8 മണിക്കൂറും 15 മിനിറ്റും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം നമുക്ക്. 8 മണിക്കൂറും 15 മിനിറ്റും ഉണ്ടോ നോക്കാം. 8 മണിക്കൂറും 15 മിനിറ്റ് ഉണ്ട്, മൂന്നാമത്തെ ഓപ്ഷൻ അല്ലേ? സോ അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ഡയറക്റ്റ് ചോദ്യമാണ് യൂണിറ്റ് കൺവേർഷൻ. 1 കിലോമീറ്റർ എത്ര മീറ്റർ? നമുക്കറിയാം 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ LGS ലെവലിലുള്ള ചോദ്യം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത്. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കൺവേർഷൻസ്, യൂണിറ്റ് കൺവേർഷൻ കുറച്ച് കൂടുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. അപ്പോൾ അതിനകത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 100 മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു ഡാഷ്. എന്താണെന്ന് പറയുന്നില്ല, സെന്റിമീറ്റർ മീറ്റർ എന്ന് പറയുന്നില്ല. ഓപ്ഷൻ അത് പറയുന്നുണ്ട് സെന്റിമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ. അപ്പോൾ ഇത് കൺവേർഷൻ കിടക്കുന്നത് കൂടുതലും സെന്റിമീറ്ററിലേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം 100 മില്ലിമീറ്റർ എത്ര സെന്റിമീറ്റർ നോക്കാം. അതിൽ ആൻസർ കിട്ടില്ലെങ്കിൽ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ 100 മില്ലിമീറ്ററാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 10 സെന്റിമീറ്റർ ആണ്, സോറി 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. 10, അതായത് സ്കെയിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ 1 സെന്റിമീറ്റർ 0 മുതൽ 1 വരെയുള്ള സെന്റിമീറ്ററിനകത്ത് കുഞ്ഞു വരകൾ 10 എണ്ണം ഉണ്ടാവും അല്ലേ? 0 മുതൽ 1 വരെ 10 എണ്ണം ഉണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത് 1 സെന്റിമീറ്ററിനകത്ത് 10 മില്ലിമീറ്റർ ഉണ്ട്. അതായത് 10 മില്ലിമീറ്റർ ചേരുമ്പോഴാണ് 1 സെന്റിമീറ്റർ ആവുക. നോക്കാം, നമുക്ക് 10 മില്ലിമീറ്റർ, നമ്മുടെ ക്വസ്റ്റ്യൻ 100 മില്ലിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10 മില്ലിമീറ്റർ 100 ആക്കാം. അതായത് 10 കൊണ്ട് ഗുണിച്ചാൽ മതി 100 ആവാൻ. ഞാൻ ഇവിടെയും 10 കൊണ്ട് ഗുണിക്കുന്നു, അപ്പോൾ ഇവിടെയും 10 കൊണ്ട് ഗുണിക്കും അല്ലേ? സോ നമുക്ക് ഇവിടെ എന്താവും? 100 മില്ലിമീറ്റർ സമം ഇവിടെ 10 സെന്റിമീറ്റർ ആയി. ഇതുണ്ട്. അപ്പോൾ 100 മില്ലിമീറ്റർ അല്ലേ നമുക്ക് വേണ്ടത്? ഇതാണ് നമുക്ക് വേണ്ടത്. 100 മില്ലിമീറ്റർ സമം 10 സെന്റിമീറ്റർ ഉണ്ടോ നോക്കുക. 10 ഉണ്ട്, 10 സെന്റിമീറ്റർ ഉണ്ട് ഇവിടെ. സോ ആൻസർ എന്താണ്? 10 സെന്റിമീറ്റർ. 100 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ അല്ല, ഒരിക്കലും അല്ല, 10 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ മീൻസ് 10 മില്ലിമീറ്റർ ആണ്. 50 സെന്റിമീറ്റർ അല്ല. 1 മീറ്ററിലേക്ക് നമുക്ക് നോക്കേണ്ട കാര്യവുമില്ല. കാര്യം 10 സെന്റിമീറ്റർ ആണ്. അത് 100 സെന്റിമീറ്റർ ആയി നമുക്ക് 1 മീറ്റർ എന്ന് പറയാമായിരുന്നു. അപ്പോൾ ഒരിക്കലും 1 മീറ്റർ അല്ല. സോ ആൻസർ ഈസ് 10 സെന്റിമീറ്റർ. 7 കിലോഗ്രാം എത്ര ഗ്രാം ആണ്? സോ കൺവേർഷൻ ആണ്. 7 കിലോഗ്രാം ടു ഗ്രാം ആണ് അല്ലേ? സോ നമുക്ക് കിലോഗ്രാം ടു ഗ്രാം ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്താ ചെയ്യുക? കിലോഗ്രാമിനെ ഗ്രാമിലാക്കാൻ നമ്മൾ പഠിച്ചു. വച്ചേക്കു എന്നാണ് നമ്മുടെ കോഡ്. വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണം. കിലോഗ്രാമിനെ ഗ്രാം ആക്കുകയല്ലേ? അപ്പോൾ ഗുണിക്കുകയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ 7നെ ഗുണിക്കണം. എന്തുകൊണ്ട് ഗുണിക്കണം എന്നുള്ളതാണ് കാര്യം. വലുതിനെ ചെറുതാക്കണം, അപ്പോൾ ഗുണിക്കണം. നമുക്കറിയാം എത്ര ഗ്രാം ചെയ്യുമ്പോൾ കിലോഗ്രാം ആവുക? 1000 ഗ്രാം ചെയ്യുമ്പോൾ കിലോഗ്രാം ആവുക. അപ്പോൾ എത്ര കൊണ്ട് ഗുണിക്കണം? 1000 കൊണ്ട്. ഗുണിക്കണോ ഹരിക്കണോ എന്ന് അറിയാനുള്ള കോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ യൂണിറ്റ് കൺവേർഷൻ പഠിച്ച എൻ്റെ വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ചെയ്തും ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും? 7000 ഗ്രാം. ഓപ്ഷൻ ഉണ്ടോ നോക്കാം നമുക്ക്. 7000 ഗ്രാം നോക്കിയേ. 7000 ഗ്രാം ഇതായിട്ട് 7000 ഗ്രാം. അടുത്തത് നമ്മൾ SCRT സിലബസിൽ SCRT സീരീസ് നമ്മൾ പഠിച്ചൊരു കാര്യം, 5ാം ക്ലാസ്സിലെ SCRT സിലബസിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് 1 ലക്ഷത്തിൽ എത്ര 100 ഉണ്ട്. അപ്പോൾ നമുക്ക് SCRT ക്വസ്റ്റ്യൻസ് അത് പ്രതീക്ഷിക്കുക, എക്സ്പെക്ട് ചെയ്യാം. അതിനൊരു ടൈപ്പ് ചോദ്യമാണ് 1 ലക്ഷത്തിൽ 100 ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള പല ചോദ്യങ്ങളും നമുക്ക് കാണാം. നോക്കാം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. 1 ലക്ഷത്തിൽ എത്ര 100 ഉണ്ട്? 1 ലക്ഷത്തിൽ എത്ര, അത് എന്തോ ആയിക്കോട്ടെ, ഒരു സംഖ്യ എണ്ണത്തിൽ എത്ര എണ്ണം ഉണ്ട്, എത്ര 100, എത്ര 10, എത്ര 1000 എന്നൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ആ സംഖ്യ ഏതാണെന്ന് നോക്കുക. 1 ലക്ഷം. അതങ്ങ് എഴുതുക. 1 ലക്ഷം. 1 ലക്ഷം. 1 5 0 1 ലക്ഷം. ഇതിൽ എത്ര എന്തുണ്ടെന്നാ ചോദ്യം? എത്ര 100 ഉണ്ടെന്നാണ് ചോദ്യം. സോ 100 കൊണ്ട് അങ്ങ് ഹരിക്കുക. നമ്മൾ അവിടെ പറഞ്ഞതാണ് അല്ലേ? 100 കൊണ്ട് ഹരിക്കുക. 1000 ആണെങ്കിൽ 1000 കൊണ്ട് ഹരിക്കുക. 10000 ആണെങ്കിൽ 10000 കൊണ്ട് ഹരിക്കുക. അത് ഹരിച്ചു. 2 0 കൊണ്ട് പോയി ബാക്കി എത്രയാ? 1000. അതിൻ്റെ അർത്ഥം എന്താണ്? 1 ലക്ഷത്തിൽ 1000 100കൾ ഉണ്ടെന്നാണ്. 1 ലക്ഷത്തിൽ
1000 നൂറുകളുണ്ട് എന്നാണ്. അപ്പോൾ ഒരു ലക്ഷത്തിൽ 1000 നൂറുകളുണ്ട്, 1000 നൂറ്. സിമ്പിളായിട്ട് കിട്ടി. അടുത്തത് ബോൺ മാസിലെ ചോദ്യമാണ്. നോക്കാം നമുക്ക്. 10 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 10. നോക്കാം. എന്താ ഡിവിഷനാണ് ആദ്യം ചെയ്യുക അല്ലേ? സോ ഇതായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുക. അതെന്തായിട്ട് മാറും? 10 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് മാറും അല്ലേ? 1 ഇത്രയും ഭാഗം 1 ആവും. ഇൻറ്റു 10. 10 ഇൻറ്റു 10 1 10, 10 ഇൻറ്റു 10 100. സോ ആൻസർ ഈസ് 100. 100 ആൻസർ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ആൻസർ 100. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിളാണ് നമുക്ക് ചെയ്യാനായിട്ട്. LGS ലെവലിലെ ചോദ്യങ്ങളായിരുന്നതുകൊണ്ട് ഏകദേശം എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റിയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം ബുദ്ധിമുട്ട്, എല്ലാവർക്കും അങ്ങനെ പറ്റണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ പതിയെ പഠിച്ചു തുടങ്ങുന്നവരാണ്. ചിലപ്പോൾ ആദ്യമായിട്ട് 10th ലെവൽ മെയിൻസ് എഴുതാൻ പോകുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചോദിക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഡൗട്ട് എന്നുള്ളത്. അപ്പോൾ 10 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ടോപ്പിക്ക് വേണ്ടി വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.